തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ പ്രചാരണം തടസ്സപ്പെടുത്തി CPM. കാലാകാലങ്ങളായി CPM മാത്രം വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന ചുമത്ര എന്ന സ്ഥലത്താണ് ഈ ദൃശ്യങ്ങൾ. നടത്തത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഇതേ സംസ്ഥാനത്തോ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ഏത് ജില്ല തിരുവല്ല നിയമസഭാ മണ്ഡലത്തിലെ ഒരു പ്രദേശമാണ് ചുമത്ര എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തേക്ക് ശ്രീ അനൂപ് ആന്റണിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനായിട്ട് ഇവിടുന്ന് കുറച്ച് മഹിളകൾ ആ പ്രദേശത്ത് ചെന്നപ്പോൾ ഇവിടെ ആരും വരണ്ട, ആ പ്രദേശത്ത് കയറണ്ട, വോട്ടഭ്യർത്ഥിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും അതുപോലുള്ളവർ തടയുകയുണ്ടായി. ഇത് കണ്ണൂരാണെന്നാണ് എല്ലാ പ്രദേശങ്ങളിലും അവരുടെ വിചാരം. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? ഞങ്ങളിവിടുന്ന് അഭ്യർത്ഥന കൊടുക്കാനായിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ചെന്നതാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വീടുകൾ കയറി, ഒരു 10-40 വീടോളം നമ്മൾ കയറി. ആ 10-40 വീട് കയറി മുന്നോട്ട് ചെന്നപ്പോഴാണ് ഒരു വീട്ടിൽ നമ്മൾ കയറിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ ശരി ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-4 പേര് നമ്മുടെ പുറകെ വന്ന്, ഒരു 7ഓളം പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഇവിടെ കയറാൻ പറ്റില്ല, അപ്പം ഞങ്ങൾ ചോദിച്ചാൽ എന്തുകൊണ്ട് കയറാൻ പറ്റില്ല, അത് ഈ ഭാഗത്ത് CPMൻ്റെ ഏരിയയാണ്, നിങ്ങൾ ഇവിടെ പുറത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. ഇത് ഇന്ത്യ മഹാരാജ്യമാണെന്നും ജനാധിപത്യ രാജ്യമാണെന്നും ഇവർക്ക് അറിയത്തില്ലേ? നമ്മളത് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ഇന്ത്യയാണ്, പല സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ ആൾക്കാർ ഹിന്ദിക്കാർ വരെയും വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം നിങ്ങളുടെ ഈ ചുമത്ര ഭാഗത്ത് മാത്രം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയാണ്, നിങ്ങൾ വന്ന് വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുറത്ത് പോകില്ല, ഞങ്ങൾ വന്ന കാര്യം എന്താണോ അത് സാധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോകൂ, ഞങ്ങൾ ഇത്രയും വീടുകളിൽ അഭ്യർത്ഥന നൽകിയതിന് ശേഷമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ പോയേ പറ്റൂ, അല്ലെങ്കിൽ നീയൊക്കെ ഇവിടുന്ന് പുറത്ത് പോകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അസഭ്യമായ രീതിയിലുള്ള സംസാരങ്ങളാണ് അവരവിടെ സംസാരിച്ചത്. അപ്പം നമ്മളെ സ്ത്രീകളും അതേ രീതിയിൽ ആക്റ്റീവായിട്ട് നിന്നു, അവർ പോകില്ല, ഇത് കൊടുത്തതിന് ശേഷം മാത്രം പോകും. പക്ഷേ അവിടുത്തെ നാട്ടുകാർ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു തന്നിരുന്നത്. ആ സപ്പോർട്ടും പ്രകാരം അവർ തന്നെയാണ് പറഞ്ഞത് കുറച്ച് വീടും കൂടെ അപ്പുറത്തുണ്ട്, നിങ്ങൾ അവിടെ പോയി അഭ്യർത്ഥന കൊടുത്തതിന് ശേഷം മാത്രം പോയാൽ മതി എന്നുള്ള ആ ഒരു സപ്പോർട്ടോടു കൂടി നമ്മൾ ആ അത്രയും ഭാഗം കവർ ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവരത്രയും വിഷയങ്ങളുണ്ടാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ പാർട്ടി നേതാക്കന്മാരോട് നമ്മൾ അറിയിച്ചതിന് പ്രകാരം അവർ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന് ഇടപെട്ടു. പോലീസ് പറഞ്ഞതിന് പ്രകാരം നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് മാറി നിന്നു. അപ്പോൾ അങ്ങോട്ട് മാറി നിന്ന സമയത്താണ് അവിടുത്തെ ഒരു കൗൺസിലർ, ആശയം എന്നാണെന്ന് തോന്നുന്നു പേര്, അവർ വന്നിട്ട്, അവർ കൗൺസിലറാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ അതുവഴി വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ അഭ്യർത്ഥന കൊടുക്കാൻ വന്നതാണ്. അതിവിടെ പറ്റില്ല, ഇവിടെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങളുടെ ഈ രീതികളൊന്നും ഇവിടെ നടക്കത്തില്ല, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് വരുന്നത്? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചേച്ചി, ഒരു അഭ്യർത്ഥന കൊടുക്കുന്നത് വലിയ തെറ്റാണോ? ഒരു വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നത്, ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ട് തിരിച്ച് പൊക്കോളാം. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് പറ്റില്ല, ഇവിടെ ഈ ഏരിയയിൽ അങ്ങനെ വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റും. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള ഏജ് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞങ്ങൾ അതിന് ആപ്ലിക്കേഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വനിതകൾ ചോദിച്ചു പിന്നെ തൊഴിലുറപ്പിൻ്റെ പൈസയും കിസാൻ സമ്മാൻ നിധിയൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നില്ലേ? അപ്പം ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങളാരും ഇതേപോലെ മാന്യതയില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടില്ല. എല്ലാ CPMൻ്റെ പ്രവർത്തകരും ഞങ്ങളുടെ ഭവനങ്ങളിലും വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നിങ്ങളൊരു കൗൺസിലറായിട്ട് കൂടി ഇത്രയും മാന്യമായ രീതിയിൽ സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിച്ചു. അപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ ഒരുമാതിരി കൾച്ചറില്ലാത്ത സ്ത്രീകളെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് പിന്നെ പെരുമാറിയത്. അപ്പോഴത്തേക്ക് പോലീസ് മേലോട്ട് കയറി വന്നു. അവർ പറഞ്ഞു നിങ്ങൾ മേലോട്ട് കയറി വാ, ഇപ്പോൾ ഇവിടെ പ്രശ്നത്തിന് പോകണ്ട എന്ന് പറഞ്ഞു. അവരുടെ വാക്കിനെ മാനിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ അവിടെ വർക്കിനിറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ, പോലീസ് പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ വന്ന് DYSPക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ സാറിനോട് ആവശ്യപ്പെട്ടു, സാർ ഞങ്ങൾ നാളെയും ഞങ്ങൾക്ക് ആ ഏരിയയിൽ തന്നെ വർക്ക് ചെയ്യണം, കാരണം അവരെ പേടിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ ഞങ്ങൾക്ക് എത്തിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ ഉറപ്പിന്മേൽ ഞങ്ങൾ ഇന്നലെയും ആ ഭാഗത്ത് പോയി വർക്ക് ചെയ്തു. ഇന്ന് വീണ്ടും ഞങ്ങൾ ആ ഭാഗത്ത് വർക്ക് ചെയ്യാൻ ഇറങ്ങുകയാണ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഭാഗത്തെ ആൾക്കാർ അവിടെ എങ്ങനെ ഒരു ആൾക്കാർ ചെന്നതിൽ ഭയങ്കര അതിയായ സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചത്. കാരണം വർഷങ്ങളായി അവർ ആ ഭാഗത്തോട്ട് ആരും ചെല്ലാത്തതിൻ്റെ പേരിലുള്ള ഒരു മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾ വരുമ്പം കൂടെ ഇറങ്ങാനും തയ്യാറാണ്, ഞങ്ങൾക്ക് കുറച്ച് പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുതരണം, ഞങ്ങളത് ഒട്ടിച്ചോളാം, നിങ്ങളുടെ ഏത് കാര്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു പ്രചോദനം ഉണ്ടായതെന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആൾക്കാർ സംസാരിച്ചത്. അതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വീണ്ടും വർക്ക് തുടങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളതിലേക്ക് പോകും.
വർഷങ്ങളായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതു മുന്നണി വലതു മുന്നണിയായിട്ടാണ്. ഇവിടെയും ജയിച്ചുകൊണ്ടിരിക്കുന്ന തിരുവല്ലയിൽ LDFിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നവരാണ്. ഈ പ്രാവശ്യം NDയുടെ സ്ഥാനാർത്ഥി ശ്രീ അനൂപ് ആന്റണി ജയത്തിലേക്ക് അടുക്കുമ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് വിറളി പൂണ്ടിരിക്കുകയാണ്. മഹിളകൾ ഉൾപ്പെടെ വോട്ടഭ്യർത്ഥിച്ചിറങ്ങുമ്പോൾ അവർ ആവേശപൂർവ്വമായിട്ട് അവരെ ഉപദ്രവിക്കാനും അസഭ്യം പറയാനുമായിട്ടാണ് തിരുവല്ലയിലെ ചില പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനം ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യമാണ്. ഇവിടെ ജനാധിപത്യ രാജ്യത്തുള്ള അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായങ്ങൾ ചോദിക്കാം, വോട്ട് ചെയ്യാം, വോട്ട് പിടിക്കാം. ഇതെല്ലാം അറിയാമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണോ ഏകാധിപത്യ ഭരണം പോലെയാണ് എന്നാണ് ഇവരുടെ വിചാരം. 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചു എന്ന് പറഞ്ഞ് ഇനിയും വർഷക്കാലം പിണറായി വിജയൻ തന്നെ ഭരിക്കുമെന്നാണ് അവരെ അന്ധമായ വിശ്വാസം. ആ വിശ്വാസം ഈ 2026 തെരഞ്ഞെടുപ്പോടുകൂടി മാറുമെന്നുമാണ് തിരുവല്ലയിലെ മുക്കിലും മൂലയിലുമുള്ള ഓരോ ജനങ്ങളും നമ്മളോട് പറയുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.